അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈനംദിനമായി നമ്മൾ കുളിച്ച് വൃത്തിയാകുന്നവരാണ്. പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിലെ ശുദ്ധീകരണത്തിനൊക്കെ വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളത് ഏതെല്ലാം സമയങ്ങളിൽ നമ്മൾക്ക് കുളിക്കൽ സുന്നത്തുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾക്ക് മുമ്പാണ് സുന്നത്തുള്ളത്, ഏതെല്ലാം കാര്യങ്ങൾക്ക് ശേഷമാണ് കുളിക്കൽ സുന്നത്തുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കുളിക്കുക എന്നുള്ളത് ഫർദായ കുളിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് നേരത്തെ ഞാൻ വിഷയങ്ങൾ പറഞ്ഞതായിരുന്നു. അതിനൊക്കെ രണ്ട് ഫർളുകളാണ്. ഒന്ന് നിയ്യത്ത്, രണ്ടാമത്തത് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ സുന്നത്തായ കുളിയാണ്. ഇതേപോലെ തന്നെ സുന്നത്തായ കുളിക്കും നിയ്യത്തുമുണ്ട്, അതേപോലെ തന്നെ ശരീരം മുഴുവനായിട്ട് വെള്ളം ഒലിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പോകണം. ജുമാ നിസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ ജുമായുടെ സുന്നത്തായ കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന നിയത്തം വെച്ചുകൊണ്ട് നമ്മൾക്ക് കുളിച്ച് പള്ളിയിലേക്ക് പോകാം. അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള്, അത് രണ്ടിന്റെയും നിയത്തും വെച്ച് നമ്മൾക്ക് കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. ഗ്രഹണ നിസ്കാരം വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ മാത്രമേ അപൂർവമായി കാണാറുള്ളതായ ഗ്രഹണം, ആ സമയത്ത് നിസ്കാരം സുന്നത്തുണ്ട്. ആ നിസ്കരിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ കുളിക്കൽ സുന്നത്തുണ്ട്. ഈത്തിക്കാഫ്, പള്ളിയിൽ ചെന്നുകൊണ്ട് നമ്മൾ ഈത്തിക്കാഫ് ഇരിക്കുകയാണെങ്കിൽ ആ ഈത്തിക്കാഫ് ഇരിക്കുന്നതിനൊക്കെ മുമ്പ് കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ഇനി ഒരാള് ബാങ്കും ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ബാങ്കും ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അവിടെയും കുളിക്കല് സുന്നത്തുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, പള്ളിന്റെ ഉള്ളിലേക്കൊന്ന് പോയി വരാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്തും കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെയല്ല, വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു സദസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സദസ്സിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പായി, നല്ലൊരു സദസ്സ് എന്ന് പറഞ്ഞാല് സ്വലാത്തിന്റെ സദസ്സുകള്, മജ്ലിസിന്റെ സദസ്സുകള്, നിക്കാഹിന്റെ സദസ്സുകള്, ഇതുപോലത്തെ നല്ല നല്ല സദസ്സുകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. മൊത്തമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം നല്ല കാര്യങ്ങൾക്ക് മുമ്പായിട്ട് കുളിച്ച് വൃത്തിയാവുക എന്നുള്ളതിനേക്ക് ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ശുദ്ധീകരണത്തിനേക്ക് വളരെ മഹത്വമുണ്ട്, അത് ചെറിയ വിഷയമല്ല. ശുദ്ധീകരണം മനുഷ്യൻ എന്നും നിലനിർത്തേണ്ടതാണ്. അത് നമ്മളുടെ ശാരീരികമായ ആരോഗ്യത്തിനിപ്പം ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് മാത്രമല്ല, ആത്മീയമായുള്ളതായ വിശ്വാസം വർദ്ധിപ്പിക്കാനും അത് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ചില വിഷയങ്ങൾക്ക്, ഇതുവരെ ഞാൻ പറഞ്ഞ വിഷയമാണ് മുമ്പ് കുളിക്കൽ സുന്നത്തായ കാര്യങ്ങൾ. അങ്ങനെ ചില വിഷയങ്ങൾക്ക് ശേഷം, ചില കാര്യങ്ങൾക്ക് ശേഷം കുളിക്കൽ സുന്നത്തായ വിഷയത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. മയ്യത്ത് കുളിപ്പിക്കുക. ഒരാളെ മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കണം, കുളിപ്പിച്ചതിന് ശേഷം കുളിക്കണം. അതേപോലെ തന്നെ മീശ വെട്ടുക, മീശ വെട്ടി അല്ലെ, ആദ്യം മീശ വെട്ടി വൃത്തിയാക്കുക എന്നുള്ളത് എന്താണ്, അത് സുന്നത്തായ കാര്യമാണ്. ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരാളെ ശരീരത്തില് ദുർഗന്ധം വസിക്കുകയാണ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും വിദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ട് വന്നതോ അല്ലെങ്കിൽ ജോലി ചെയ്ത് തിരിച്ചു വരികയോ ചെയ്തതായ ഒരു സാഹചര്യം, ഏതായാലും ശരീരം ഒന്ന് ദുർഗന്ധം വസിക്കുകയാണ്. അങ്ങനെ ഉള്ളതായ സമയത്ത് കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ഹൈന്ദവ സുഹൃത്തുക്കളിൽപ്പെട്ട അമുസ്ലിമായ മനുഷ്യൻ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അയാൾക്ക് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്.
അതേപോലെ തന്നെ ബോധക്ഷതയിൽ പെട്ടതായ ഒരു വ്യക്തി, ബോധം കെട്ട് വീണതായ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉണർന്നു, എന്നാൽ അദ്ദേഹത്തിന് കുളിക്കൽ സുന്നത്താണ്. ഭ്രാന്തായി നടന്നുകൊണ്ടിരുന്നതായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിലേക്ക് ആ ഭ്രാന്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഭ്രാന്തെല്ലാം പോയി നല്ല ഉണർവിലായി പിന്നെ വിവേകമുള്ളതായ ഒരു വ്യക്തിയായി മാറി. ആ സമയത്തും അദ്ദേഹത്തിലേക്ക് കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും നമ്മൾ കൂടുതൽ കുളിക്കുകയും വൃത്തിയാവുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സുന്നത്തായ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അധികരിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.